ഗൈസ് ഞാനിപ്പോൾ അതിരാവിലെ എണീറ്റു എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സമയത്തിന് 11 മണിയാവാറായി. സോ ഹിസ് അനദർ വ്ളോഗ്. വെൽക്കം ബാക്ക് ടു ദിസ് വ്ളോഗ്. ഓക്കെ, അപ്പോൾ എൻ്റെ ലാസ്റ്റ് വ്ളോഗ് ഓക്കെ, അത് മറ്റേ നമ്മുടെ ഗാർഡൻ്റെ ഒരു സംഭവമായിരുന്നു. അതിന് ലിറ്ററലി 500 പേര് കൂടുതൽ കണ്ടു. 500 പേര്. ഓ മൈ ഗോഡ്. എനിക്ക് 500 പേരല്ല, എനിക്ക് 200 പേര്. 100 പേരെന്ന് വെച്ചാൽ തന്നെ ഭയങ്കര സംഭവം. 100 പേര് എന്ന് പറയുമ്പോൾ ഒരു റൂമിൽ 100 പേരെ വെച്ച് എന്തോരം പേരുണ്ടാവും. അതുപോലെ ലിറ്ററലി 500 വ്യൂസ്, 900 വ്യൂസ്. എന്താണ് അപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ദീപാവലിയാണ്. സോ ദീപാവലിയുടെ ദീപാവലി ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നതാണ്. സോ ഇന്ന് എന്തെങ്കിലും ക്യൂട്ട് മൊമെൻറ്റ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ എന്താ പറയണേ, വെയിലൊക്കെ വന്ന് പോയെന്ന് തോന്നുന്നു. 11 മണിയായിട്ടാണ് എണീറ്റത്. താഴത്തു നിന്നൊരു കോൾ വന്നു, എണീക്ക് വാ കഴിക്കാമെന്ന് പറഞ്ഞു. വെളുപ്പിനെ ബോഹത്തല്ലല്ലോ, ഭയങ്കര ലേറ്റായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഇത് കാണിക്കാം. ഓക്കെ, സോ ഗൈസ് ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഓക്കെ, ഫ്രം ചിഞ്ചു. എൻ്റെ അനിയൻ എൻ്റെ അപ്പൂനൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അപ്പൂന് അറിയത്തില്ല. ആൻഡ് പല സമയത്ത് ഈ സാധനം വാട്ട് എവർ ദിസ് ഗിഫ്റ്റ് അല്ല, ഈ സംഭവം മേടിക്കാൻ വേണ്ടി അപ്പൂ റെഡി ആയിട്ടുണ്ട്. ബട്ട് അപ്പൂ ഇത് മേടിച്ചിട്ടില്ല. കേൾക്കുന്നുണ്ടോ എന്തോ. ഞാൻ പല സമയത്തായിട്ട് അവിടെ ഇവിടെയും പോയി ഇൻട്രോ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, ഇതൊന്ന് പറയാൻ വേണ്ടി. പക്ഷേ ഇതേയായിട്ട് പുറകെ തന്നെ നടക്കുക. വേറെ ഒന്നല്ല, പുറകെ കിടന്നിട്ട് അവിടെ ഫോണിലിരിക്കുന്നു, ഇവിടെ ഫോണിലിരിക്കുന്നു, അങ്ങനെ. സോ എനിക്കിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ അതിലേക്ക് നിന്ന് നമ്മൾ വെളുപ്പിനെ വന്നത്. സോ അതുകൊണ്ട് വിചാരിച്ചു ആൻഡ് മോർണിംഗ് കൊടുക്കാം എന്നെനിക്കറിയത്തില്ല. റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഗിഫ്റ്റ് പ്യോർലി ഫ്രം എൻ്റെ ബ്രദറാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്കതിലൊരു പങ്കുമില്ല. ഓക്കെ, അപ്പം ഈ ഇഷ്ടപ്പെടുമോ, ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ബട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി റിയാക്ഷനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് ഇതൊരു സ്വീറ്റ് അല്ലേ. കാരണം സർപ്രൈസസ് എല്ലാവർക്കും ഇഷ്ടമാണ്, ഐ തിങ്ക് സോ, അല്ലേ. സോ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ബട്ട് എടുക്കണമെന്നുണ്ട്. ഇഫ് ഐ എം ഏബിൾ ടു ഞാൻ എടുത്ത് നിങ്ങൾ കാണിക്കാം. ഓക്കെ, ഹായ് അപ്പു, എങ്ങനെയുണ്ട്? എല്ലാ ഭർത്താക്കന്മാർക്ക് എന്താ ചെയ്യുന്നേ? റീൽസ് കണ്ടോണ്ടിരിക്കാൻ. റീൽസ് ഇത് ഇന്നലെ രാത്രി പണിത് വെച്ച സാധനമാണ് കേട്ടോ. ഇത് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. അറിയാവുന്നവർക്ക് അറിയാമല്ലോ. ഓക്കെ, ഇത് പല രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഇത്. കാണിച്ചത് ക്യാമറ പോലും നേരെ പിടിക്കാറില്ലല്ലോ. സോ ജപ്പാനിൽ പോയപ്പം മേടിച്ചുകൊണ്ട് വന്ന ഇന്നലെയാണ് അത് സെറ്റപ്പ് ചെയ്ത് ഇവിടെ വെച്ചു. ഓക്കെ, എൻ്റെ ബ്രദർ വന്നു. സോ നമുക്ക് നോക്കാം. ഓക്കെ, വിൽ പ്ലാൻ. ആളവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഞാൻ എവിടെ പോയാലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നോളും കേട്ടോ. ഞാൻ എൻ്റെ കൂടെ താഴെ വരത്തുള്ളൂ. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടും കൂടെ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ വരാം. ഞാനിത് മൈക്ക് കൊണ്ടിട്ടില്ല, അതുവരെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതായത് എൻ്റെ ഹെയർ ട്രിവാൻഡ്രത്താണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടും ഇത്ര
ഇതായിട്ട് കിടക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് ഇന്നലെ എണ്ണ വെച്ച് കുളിച്ചു. നമ്മുടെ വീട്ടിൽ വരുമ്പം കിണറ്റിലെ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുന്ന ഫീലില്ലേ. പക്ഷെ കിണറ്റിലെ വെള്ളമല്ല, മറ്റേ പൈപ്പ് ലൈൻ വെള്ളമാണ്. അപ്പോൾ അതിൽ ഒന്ന് ഫ്രഷ് ആവാൻ ഞാൻ തലയും കൂടെ നനച്ചാണ്. ആൻഡ് തല നനച്ച് കഴിയുമ്പോൾ മുടി ഇങ്ങനെ ഇതായിട്ടല്ലേ കിടക്കണം. ബട്ട് ഇത് ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് ബുഷിയായിട്ട്, എന്താ പറയണേ, നല്ല വോളിയത്തിൽ നല്ല എൻ്റെ ഇതാണ് ആക്ച്വലി എൻ്റെ മുടിയുടെ ഒറിജിനൽ സ്റ്റൈൽ. ഇങ്ങനെ ചുരുണ്ട് ഐ ഹാവ് ഇങ്ങനെ മെയിൻലി കേൾസ് ആണ് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നോക്കി കണ്ടാൽ അറിയാൻ പറ്റും. ലൈക്ക് ഞാൻ കേൾ ചെയ്യുന്നതല്ല, ബട്ട് ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ച് കണ്ണു വെച്ച് ഇപ്പോൾ അതിൻ്റെ കേൾസൊക്കെ കുറഞ്ഞു. സോ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ വരുമ്പം മുടി നല്ല സെറ്റപ്പ് ഇട്ടിരിക്കും. ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ മുടി നേരെ പഴയതുപോലെ തന്നെ. അതായത് അവിടുത്തെ കാറ്റിൻ്റെയാണോ വെള്ളത്തിൻ്റെ, മേ ബി കാറ്റും വെള്ളത്തിൻ്റെ ആയിരിക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ മുടിയുടെ ടെക്സ്ചർ മാറും, മുടിയുടെ ഒരു സ്റ്റൈലേ മാറും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ വന്നാൽ എനിക്ക് മുടി വെട്ടാൻ തോന്നത്തില്ല. ട്രിവാൻഡ്രത്ത് നിന്ന് വെട്ടണം വെട്ടിക്കളയണത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിഞ്ചു ഒന്ന് വന്നിട്ടേ എനിക്കല്ല. ചിഞ്ചു അപ്പോൾ നീച്ചേ അല്ല, ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എന്താ പ്ലാൻ? ടെൽ മീ യുവർ പ്ലാൻ. വ്ളോഗിൽ പറ എൻ്റെ പ്ലാൻ. ആള് താഴെ പോയി ഗിഫ്റ്റ് കൊടുക്കുന്നു. ഞങ്ങളിപ്പോൾ എന്തായാലും താഴെയുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്തില്ല, ഈ സാധനം കൊണ്ടുവന്നാൽ മതി. കഴിച്ച് കഴിയുമ്പോൾ ऐसा नहीं कि थैली में लेके आओ। अरे अभी नहीं है ना यार, खाना खाने के बाद। नहीं तो मैं पापा और मम्मी को भी वहाँ पे अरेंज करके रखती हूँ, तू लेके आ जाना. നീ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ താഴെ പോകുന്നു. ചിഞ്ചു താഴെ കൊണ്ടുവരും. ഓക്കെ, അമ്മ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാനുണ്ടോ? എന്നാ മറ്റേ ഇത് സാധനം ചിഞ്ചു മേളിൽ പോയിക്കോ. ഇല്ല, അമ്മ പറഞ്ഞുണ്ടോ? അപ്പനെ അറിയത്തില്ല. Thank you. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാൻ? നീയാ പ്ലാൻ ചെയ്തേ? ഞാൻ ചെയ്തല്ല, എല്ലാം ചിഞ്ചുൻ്റെ തന്നെ. ഞാൻ പ്ലാൻ ചെയ്തല്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തോ ഇല്ല. അപ്പൊ കുറച്ച് എക്സ്പ്രഷൻസ് ഇടും. പച്ച പച്ച ഷൂ സൈസ് തെറ്റിച്ചില്ല ഞാൻ. ഷൂ സൈസ് 42 അല്ലേ? അല്ല, ലുലു ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ ലുലു കയറി നിരങ്ങി നടക്കണം. ഓക്കെ, നമുക്ക് മാറിയെടുക്കാം. ലുലു അല്ലേ, നമുക്ക് അടുത്തല്ലേ. നമ്മളുടെ അവിടെ പൂഴിക്കുന്നില്ലേ, പൂഴിക്കുന്ന്. എല്ലാവരും അവിടെ വന്നാ പടക്കം എങ്ങനെ മേടിക്കും അമ്മ? ഏത് പട്ടി? പെട്ടിയാ? അല്ല, അതിനകത്ത് എങ്ങനെയാ പടക്കം വെച്ചോണ്ട് വരുന്നത്? അപ്പൊ ചോദിക്കണതുണ്ടോ പടക്കം മേടിച്ചോണ്ട് വരാൻ മേലായിരുന്നു? നമ്മള് എന്റെ മേത്ത് കുത്തിയത് ഞാൻ പറഞ്ഞ എങ്ങനെ അതെ, അങ്ങോട്ട് കൊണ്ടുപോകണ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇപ്രാവശ്യം എയിം ചെയ്തേക്കണ എന്താണെന്നറിയോ? അവിടെ ഒരു ചെടിച്ചട്ടി ഇരിപ്പുണ്ട്, അതാണ് എയിം ചെയ്തേക്കുന്നത്. ഷോ പീസ് അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഒരെണ്ണം കൊണ്ടുപോയിരുന്നു, ഇപ്രാവശ്യം രണ്ടാമത്തെ കൂടെ ഞാൻ കൊണ്ടുപോകും.
പിന്നെ അച്ഛൻ്റെ അലമാരിക്കകത്ത് കുറേ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ സൺസ്ക്രീൻ, പുതിയ ക്രീം, പുതിയ പെർഫ്യൂം. ഞാൻ കണ്ടുപോയത്. ഞാൻ ഇന്നലെ വന്നു നേരെ റെഡിയായിട്ട് മേളിൽ പോണ സമയത്ത് ഞാൻ അത് നോക്കി. അച്ഛൻ്റെ കയ്യിൽ എന്താ വന്നേക്കുന്നത്. എന്തൊക്കെയോ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അതും ഒരെണ്ണം ഞങ്ങളവിടെ ലൈവ് കാണാം. ഭയങ്കര സൗണ്ട് വേണ്ട അപ്പു നീളമുള്ള നോക്കി എടുക്കണം. അപ്പു അതിനൊട്ടും നീളയില്ല, കുറച്ചൊക്കെ നീളമുള്ള ഇടും. അപ്പു പ്ലീസ് അപ്പു ഞാൻ പോകുന്നു. ഹേ ഗൈസ്, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കൽ കണ്ടല്ലോ. പക്ഷേ കുറച്ചൊരു പ്രോഗ്രാമിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പല ബ്രാൻഡിനും പല സൈസാണല്ലോ വരുന്നത് ഈ ഷൂവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അപ്പൂൻ്റെ സൈസ് ആക്ച്വലി ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറി മേടിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളൊന്ന് ലുലു പോവാണ്, കൊച്ചി ലുലു. ഇന്ന് ചിലപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കും. അപ്പം അതിൻ്റെ കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു ഉച്ചയ്ക്ക്. ഇനി ബാക്കി വന്നിട്ട് ഈവനിങ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എത്ര പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുമോ അത്ര പെട്ടെന്ന് ഞങ്ങൾ പോയിട്ട് വരാനാണ് ട്രൈ ചെയ്യുന്നത്. സോ നമുക്കിനി റെഡിയായിട്ട് കൊച്ചി പോകാം. എനിക്ക് കൊച്ചി പോകുന്ന തീരെ ഇഷ്ടമല്ല, ബിക്കോസ് ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് ഓൾസോ. പിന്നെ മെയിൻലി ട്രാവലിംഗ് മടുത്തു. എന്നാലും നമുക്കൊന്ന് മാറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാം. ഗൈസ്, ഞാൻ ഉറങ്ങാൻ പോവാണ്. എനിക്ക് കാറിലൊന്നും ലോങ് ഡ്രൈവ് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉറക്കം വരും. വരണോ വായി അത് ഏത് കാറിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും ഞാൻ പുറകിൽ കയറിയിരുന്ന എനിക്ക് ഉറക്കം വരും. സോ ഞാൻ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങി എണീക്കുമ്പോൾ എന്തായാലും ലുലു എത്തും. ആൻഡ് യുനോ നമ്മൾ പെട്ടെന്നാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ലൈക്ക് വി ഡോണ്ട് വാണ്ട് ടു ബി ദെയർ ഫോർ സോ ലോങ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിലെത്തണം നോക്കുന്നത്. ബിക്കോസ് വീട്ടിൽ വരെ നമുക്ക് പടക്കം പൊട്ടിക്കാനുണ്ട്. ഓൾസോ നമ്മൾ വീട്ടിൽ വരുമ്പം വീട്ടിലിരിക്കാനാണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് ബട്ട് വി ഹാവ് നോ അതർ ഓപ്ഷൻ. നമ്മൾ ആ ചെരുപ്പ് മാറിയേ പറ്റത്തുള്ളൂ. അവിടെ പോയി അതേ തലമുടി അവിടെ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതാ പയ്യന്മാരിരിക്കുന്ന കണ്ടോ. ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്നതാണ്. ഇവന് വേണ്ടി സീറ്റ് പിടിച്ചിരുന്നതാണ്. ഇവന്മാർ ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് എന്നോട് പറയുക പോവാം നമുക്ക് വേറെ ശബ്ദം കഴിക്കുന്നു പറഞ്ഞാൽ ജസ്റ്റ് എണീറ്റിട്ട് ഒരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞത് നമ്മൾ തിരിഞ്ഞത് അവിടെ അവന്മാർ പെട്ടെന്ന് ഇറ്റ്സ് ലൈക്ക് ഒരു 2 to 3 seconds അല്ലേ ഒരു വന്നിരുന്നു. നെയ്യന്മാരെ പ്രാങ്കായി കഷ്ടപ്പെട്ട് മേടിച്ച സ്ഥലമാണ് ഞാനത്. എന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ ഗൈസ്, പക്ഷേ ഞങ്ങൾ തന്നെ പ്രാങ്കായിപ്പോയി. നമ്മളൊന്ന് എണീറ്റൊന്ന് തിരിഞ്ഞതേ അവിടെ ആള് വന്നിരുന്നു കേട്ടോ പെട്ടെന്ന്. പിന്നെ വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ നേരെ അടുത്ത സീറ്റ് തപ്പി ഇവിടെ വന്നിരുന്നു. എന്നിട്ടാണെങ്കിൽ നല്ല ചൂടുണ്ട് ഈ ഓപ്പൺ കോട്ട് ആയതുകൊണ്ട്. സോ അപ്പൂനുള്ള നമ്മൾ പുതിയ സെറ്റ് ക്രോക്സ് മേടിച്ചു കേട്ടോ. സൈസ് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, അത് മേടിച്ചു. ആൻഡ് ഇനിയിപ്പോൾ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. ബിക്കോസ് വീട്ടിൽ ചേട്ടൻ നമുക്ക് പടക്കം പൊട്ടിക്കാനുണ്ട്. സോ മേ ബി ഈ വ്ളോഗ് ഞാൻ എവിടെ എൻജോയ് ചെയ്യുന്ന അറിയത്തില്ല കേട്ടോ. ബിക്കോസ് ഇഫ് ഇറ്റ്സ് ടു ലോങ് ഞാൻ മേ ബി ഒരു പാട്ടായിട്ട് ഇറക്കാം. ബിക്കോസ് അല്ലെങ്കിൽ ഭയങ്കര ബോറടിക്കും. നിങ്ങൾ എന്നെ തന്നെ കണ്ടു പ്രാങ്ക് ആയവന്മാരെ കാണിക്കാം. എല്ലാം പ്രാങ്ക് ചെയ്തവന്മാരാണ്. ഇപ്പോൾ ഇവർ വേറെ സീറ്റ് തപ്പി പോവുക. ഇവിടെ എങ്ങനെയാണെന്നറിയാമോ ഗൈസ്, ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. ആൻഡ് ഒരു ഒറ്റ സെക്കൻഡ് നമ്മൾ ചെയർ കാണാൻ പറ്റത്തില്ല. ചെയറിനൊക്കെ ഇടിയാണ് ഇവിടെ, ഇടി. സ്പെഷ്യലി സൺഡേ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ പ്രാങ്കായ
ആ ഒരു സീറ്റ് ഉണ്ടല്ലോ അതിന് തൊട്ട് നേരെ സൈഡിൽ വേറെ ഒരെണ്ണം കിട്ടി. നമ്മൾ അവിടെയാണ് ഇരുന്നത്. ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് എണീപ്പിച്ചു നേരെ തിരിഞ്ഞു. ജസ്റ്റ് എണീറ്റോ തിരിഞ്ഞപ്പോൾ തന്നെ ഇത് അവർ വന്നിരുന്നു. നമ്മളിപ്പോൾ ലുലുല് ഷോപ്പിംഗ് കഴിഞ്ഞു. ലുലു ഷോപ്പിംഗ് കഴിഞ്ഞു. സോ നമ്മളിനി പോകുന്നത് ഉർവശിയിലേക്കാണ്. ഉർവശി അറിയോ? ചെയ്യുന്ന ഉർവശി അറിയാവോ? ഇറ്റ്സ് ലൈക്ക് വേർ എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ലേഡീസ് സ്റ്റോർ. ഓക്കെ, ഇവിടെ എല്ലാം കിട്ടും. എല്ലാം എന്ന് വെച്ചാൽ ലൈക്ക് എല്ലാം. അവിടെ ജിമ്മൊക്കെ അടിപൊളിയാട്ടോ. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ജിമ്മൊക്കെ മേടിക്കാറുള്ളത്. ഇപ്പോൾ കുറേ ആയി മേടിച്ചിട്ട്. സോ നമ്മളിനി അങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബാക്കി കാര്യങ്ങളെല്ലാം ആയി. അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാനിനി അവിടെ പോയിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഇൻ അനദർ വ്ളോഗ്. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ബൈ. ഓക്കെ, ബൈ.